അപ്പം മക്കളെ ഇത് കണ്ടോ, ഇന്ന് എൻ്റെ മോൾ ഇവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവളെ ഞാൻ അടുക്കള വേല ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ മീൻകുളത്തിൻ്റെ അടുത്തോട്ട് വന്ന എൻ്റെ കുഞ്ഞുങ്ങളെ വെള്ളം മൊത്തവും കണ്ട് ഇതിൻ്റെ ഇലയുടെ വേരും എല്ലാം കൂടെ ഒക്കെ ഇറങ്ങി. സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ശ്വാസം മുട്ടലായിരുന്നു. എന്തെങ്കിലും വെള്ളം ഒന്ന് കൊരി പറ്റിക്കാം. ഒത്തിരി ദിവസം കൊണ്ട് മഴയില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഞാൻ ഒത്തിരി ചരൽ വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ചരലൊക്കെ വാരി കളഞ്ഞ് ഇനി നല്ല വൃത്തിക്ക് കിടക്കട്ടെ എൻ്റെ കുഞ്ഞുങ്ങൾ. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് സാരിയും ബ്ലൗസൊന്നും പറഞ്ഞുകൊണ്ട് ഒരു മീൻ ഉണ്ടായിരുന്നു, 2-3 മീനുകൾ. അതല്ല ഒന്നും കാണാനില്ല. ഇപ്പം ഇതേ ഉള്ളൂ. ഞാൻ ഈ കുളം ഇങ്ങനെ കോരി പറ്റിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണാൻ എനിക്കൊരു കൂട്ടുകാരി വന്നു കേട്ടാ. എന്ത് ഇവള് ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് വന്നതാ. എൻ്റെ പൊന്നേ ഇതായിരിക്കുന്ന നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാ. സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ കൊണ്ടുവരുന്ന സമയത്തിന് അവരുടെ വീട്ടിലില്ലേ നമ്മൾ പോയി ഇരിക്കേ നിൽക്കേ. ചേച്ചിക്ക് 2 ആൺപിള്ളേരാ. ഒന്ന് റില്ല് മൂത്തത്, സനൽ ഇളയത്. പിന്നെ 2 മരുമക്കള്. ഈ 2 ഒരു മോളും ഒരു മോനും മൂത്താക്ക്. പിന്നെ ഇളയ മോനും ഒരു മോനും. സുഖമായ ജീവിതം. പക്ഷെ ചേച്ചിക്കിപ്പോൾ ഷുഗറും പ്രഷറൊക്കെ ഇല്ലേ ചേച്ചി? അങ്ങനെ ഞാൻ ഇവിടെ എന്തോ പരിപാടിയെന്നറിയാൻ വന്നതാ. എൻ്റെ പൊന്നെ ക്ഷീണിച്ചു. 1000 ഫോട്ടോ ഒന്ന് ഒത്തിരിക്കുക. അതെന്ത് കുഞ്ഞോടെ കിടക്കുന്നു. അതൊന്നും കൂടരുത്. ഇന്നാണ്ട് ഈ പണിയായി. ഞാൻ വല്ല അടുക്കളയിലും കയറിയില്ല, ഒന്നും കയറിയില്ല. കണ്ടോ മീൻ? കണ്ടോ? അതാ ഞാൻ എൻ്റെ സെറ്റപ്പ് എങ്ങനെ ഉണ്ട്? വല കണ്ടോ? ഇതാകുമ്പോൾ കുഞ്ഞു മീനൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കിടക്കും. കണ്ടോ ഇനി എല്ലാവരും അവർ ഒരു സ്വസ്ഥതയായിട്ടൊന്ന് കിടക്കട്ടെ. ആ ശരിക്കും കുഞ്ഞുങ്ങളും ഉണ്ട്. ഗിരിയ ചേച്ചിക്ക് എന്തെങ്കിലും പറയണ്ടേ? ഗിരിയ ചേച്ചിയുടെ ബന്ധുക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചേച്ചി വിളിക്കണം കേട്ടോ. മാറ്റി കണ്ണനും ഒത്തിരി ചേച്ചിമാരൊക്കെ ഉണ്ട്. എനിക്കറിയാം, അവരുടെ പേരൊന്നും എനിക്ക് അത്ര അറിയത്തില്ല. ചേട്ടനില്ല, ചേട്ടൻ മരിച്ചുപോയി. 5-6 വർഷമായില്ലേ ചേട്ടൻ മരിച്ചിട്ട്? 8 വർഷമൊക്കെ കഴിക്കണല്ലേ? 11 വർഷമായില്ലേ? അയ്യോ ഞാൻ കുറച്ച് പറഞ്ഞു, സോറി പോയിട്ട്. അങ്ങനെ എങ്കിൽ ശരി വെക്കട്ടെ. ഞാനും ഗിരിയ ചേച്ചിയും കൂടെ അതിന് കുളം കോരി ഇറക്കാൻ പോവാ. മീനൊക്കെ വേണമെങ്കിൽ വരികയല്ല അവർ എൻ്റെ വീട്ടിലോട്ട്.